മഹത്തായ ഒരു വിജയത്തിൻ്റെ ആഘോഷമാണ് വിജയദശമി. നമ്മുടെ ജീവിതത്തിൽ പലതരം വിജയങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. സ്കൂളിലെയും കോളേജിലെയും പരീക്ഷാ വിജയം, മത്സരങ്ങളിൽ വിജയം, കളികളിൽ വിജയം, കലകളിൽ വിജയം, ബിസിനസ്സിൽ വിജയം, യുദ്ധങ്ങളിൽ വിജയം. എന്നാൽ ഏറ്റവും മഹത്തായ വിജയം എന്നത് നമ്മുടെ മനസ്സിൻ്റെ മേലുള്ള വിജയമാണ്. അങ്ങനെയുള്ളൊരു വിജയത്തിൻ്റെ ആഘോഷമാണ് വിജയദശമി. എല്ലാ ആസുര ശക്തികളും രാക്ഷസ ശക്തികളും ദൈവിക ശക്തികളും കുടികൊള്ള നമ്മുടെ മനസ്സിലാണ്. ആസുര ശക്തികളെ അമർച്ച ചെയ്ത് ഈശ്വര ശക്തി വിജയിച്ചറിയുന്ന അവസരമാണ് വിജയദശമി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അധമ ശക്തിയെ ജയിച്ച് നമ്മുടെ ദിവ്യസ്വരൂപത്തെ നമ്മൾ സാക്ഷാത്കരിക്കുന്ന അവസരമാണ് വിജയദശമി. അല്ലെങ്കിൽ പരിമിതമായതിനെ അതിക്രമിച്ച് അപരിമിതമായതിനെ നമ്മൾ സാക്ഷാത്കരിക്കുന്ന അവസരം. നവരാത്രമാണ് നവരാത്രിയായത്. രാത്രം എന്ന ജ്ഞാനം എന്നാണ്. ജ്ഞാനത്തിലേക്കുള്ള 9 ദിവസമെന്നും പൂർണ്ണജ്ഞാനമെന്നും അർത്ഥം. ആ പൂർണ്ണജ്ഞാനമാണ് വിജയദശമി. വാസ്തവത്തിൽ അത് ഏതെങ്കിലും ഒരു ദിവസം സംഭവിക്കേണ്ടതല്ല, മറിച്ച് സദാസമയം നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടതാണ്. അങ്ങനെയുള്ളൊരു വിജയം നേടണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരശക്തിയെ അഥവാ പരാശക്തിയുടെ അനുഗ്രഹം വേണം. അതിനാൽ നമ്മൾ ആ പരാശക്തിയെ, ദേവിയെ, മാതൃരൂപിണിയെ, ശ്രീരൂപിണിയെ, പ്രകൃതിരൂപിണിയെ നമ്മൾ ആരാധിക്കുന്നു. വാസ്തവത്തിൽ ദേവി ത്രിഗുണാതീതയും നിരാകാരയുമാണ്. ആനന്ദസ്വരൂപിണിയും പ്രേമസ്വരൂപിണിയുമാണ്. ആ ദേവിയുടെ ആരാധനയുടെ വിജയകരമായ പൂർത്തീകരണം കൂടിയാണ് വിജയദശമി. 4 പുരുഷാർത്ഥങ്ങളും തരുന്നവളാണ് ദേവി. അതിനാൽ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും വിജയിക്കണമെങ്കിൽ ദേവിയുടെ ശക്തിയുടെ അനുഗ്രഹം വേണം. നവരാത്രി കാലം വ്രതാനുഷ്ഠാനങ്ങളുടെ കാലം കൂടിയാണ്. സത്യഭാഷണം, ശൗചം, അഹിംസ, ബ്രഹ്മചര്യം, ഉപവാസം അല്ലെങ്കിൽ മിതാഹാരം, സദ്ഗ്രന്ഥങ്ങളുടെ പാരായണം എന്നിവ എല്ലാ വ്രതങ്ങളുടെയും വെച്ചുകൂടാത്ത ഭാഗമാണ്. ആരോഗ്യം, മനഃശക്തി, മനോബലം, പാപക്ഷയം, ഈശ്വരാനുഗ്രഹം എന്നിവ വ്രതങ്ങളുടെ ഫലമാണ്. ഇത് പറയുമ്പോൾ ഒരു കഥ ഓർക്കുകയാണ്. ഒരു ഗുരുവിൻ്റെ ആശ്രമത്തിൽ സാധകരായ കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ഗുരു ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും തപസ്സിൻ്റെയും മാർഗത്തിൽ ഭംഗിയായി പരിശീലിപ്പിച്ചു. തൻ്റെ ശിഷ്യർ ആധ്യാത്മ പക്വത നേടുന്നതിനനുസരിച്ച് അദ്ദേഹം അവരെ ലോകത്തിലേക്ക് സേവനത്തിനായിട്ട് അയക്കുമായിരുന്നു. ഒരു നാൾ ഒരു ശിഷ്യനെ സേവനത്തിനായി അയക്കേണ്ട ദിവസമായിരുന്നു. ശിഷ്യനെ യാത്രയാക്കുന്ന ദിവസം ശിഷ്യൻ ഗുരുവിനെ നമസ്കരിച്ചു, ഗുരുവിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. ശിഷ്യനെ അനുഗ്രഹിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, മകനെ, നീ ലോകസേവനത്തിന് സന്തോഷപൂർവ്വമായി പോവുക. നിനക്കും എന്നും കൊട്ടാര തുല്യമായ വസതിയിൽ താമസിക്കാൻ കഴിയട്ടെ. എപ്പോഴും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ ലഭിക്കുമാറാകട്ടെ. നല്ല ഭൂമത്തിൽ കിടന്നുറങ്ങാൻ എന്നും നിനക്ക് സാധിക്കട്ടെ. എപ്പോഴും നിന്നെ ജനങ്ങൾ പ്രശംസിക്കട്ടെ. ഗുരുവിൻ്റെ അനുഗ്രഹ വാക്കുകേട്ട് ശിഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. ഗുരു എന്നും അങ്ങ് ത്യാഗം ഉൾക്കൊണ്ട് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. ഇന്ന് ഞാൻ ലോകസേവനത്തെ ഇറങ്ങുന്ന എന്നെ ആഡംബര ജീവൻ നയിക്കാൻ അനുഗ്രഹിച്ച എന്തിനാണ്? ഈ ചോദ്യം കേട്ട് ഗുരു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, മകനെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നീ വേണ്ട പോലെ മനസ്സിലാക്കിയില്ല. ഒരു നിലത്ത് കിടന്നിറങ്ങേണ്ടി വന്നാലും അത് കൊട്ടാരത്തിൽ ഭൂമത്തെ കിടക്കുന്ന പോലെ സ്വീകരിക്കാനുള്ള മനസ്സിനൊക്കെ ഉണ്ടാകണം. രുചി കുറഞ്ഞ ഭക്ഷണപദാർത്ഥം കിട്ടിയാലും പൂർണ്ണ സംതൃപ്തിയോടെ കഴിക്കാൻ നിനക്ക് കഴിയണം. എത്ര നിന്ദ്യമായ വാക്ക് കേട്ടാലും പ്രശംസയ്ക്ക് തുല്യമായ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിനക്ക് കഴിയണം. കാരണം സുഖവും ശാന്തിയും സൗഖ്യവും എല്ലാം നിന്റെ മനസ്സിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ഇത് തന്നെയാണ് വ്രതങ്ങളുടെയും തപസ്സിൻ്റെയും യഥാർത്ഥ ഉദ്ദേശം. ജനങ്ങളുടെ വ്രത തപസ്സുകളിലേക്ക് സാധാരണ ആകർഷിക്കാൻ വളരെ പ്രയാസമാണ്. നവരാത്രി പോലെ ആഘോഷങ്ങൾ ഇത്തരം വ്രതങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഉത്സാഹം ജനങ്ങളിൽ ഉണർത്തുന്നു. അവ നൽകുന്ന ശാന്തിയും സുഖവും ഒരിക്കൽ അനുഭവിക്കുന്ന ഭക്തർ പിന്നെ അവയെ മുറുകെ പിടിക്കുക തന്നെ ചെയ്യും.